പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് തുടരുകയാണ്. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 58 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മെഹബൂബ മുഫ്തി, മനോഹർ ലാൽ ഖട്ടർ, കനയ്യകുമാർ തുടങ്ങിയവരാണ് ജനവിധി തേടുന്ന പ്രമുഖർ. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, ഗുഡ് മോർണിംഗ്. വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ് ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലങ്ങൾ? ആരൊക്കെയാണ് ജനവിധി തേടുന്ന പ്രമുഖർ? അശ്വതി, ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ച് 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 58 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അങ്ങനെ 58 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഡൽഹി അടക്കം ഉള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഡൽഹി, ഹരിയാന, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഒപ്പം തന്നെ ജാർഖണ്ഡ്, ഒഡീഷ തുടങ്ങിയ സ്ഥലങ്ങളിലും ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് മണ്ഡലത്തിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം ഡൽഹി തന്നെയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ സഖ്യം, അതായത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും അവിടെ സഖ്യമായി മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യ സഖ്യം രാജ്യവ്യാപകമായി ഉണ്ട്. ചില സംസ്ഥാനങ്ങൾ, കേരളം അടക്കമുള്ള ചില സംസ്ഥാനങ്ങളിൽ ഇല്ല എങ്കിൽ പോലും അതിൻ്റെ ഒരു പരീക്ഷണശാല എന്ന് വിശേഷിക്കപ്പെടാവുന്ന സ്ഥലം ഡൽഹി തന്നെയാണ്. കാരണം കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഡൽഹിയിൽ അധികാരം പിടിച്ച ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഏതായാലും കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി മത്സരിക്കുന്നതാണ് പ്രത്യേകത. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, അതിനുശേഷം അദ്ദേഹത്തിന്റെ ജാമ്യം, പിന്നീട് സ്വാതി മാലിവാളിന്റെ പരാതി അടക്കമുള്ള വിഷയങ്ങളാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിനെ ഏതായാലും ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ രാവിലെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, ഹർദീപ് സിംഗ് പുരി തുടങ്ങിയവർ രാവിലെ വോട്ട് രേഖപ്പെടുത്തി. ഡൽഹി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായ ബാൻസുരി സ്വരാജും രാവിലെ വോട്ട് രേഖപ്പെടുത്തുകയുണ്ടായി. അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ 11 മണിക്ക് സിവിൽ ലൈൻസിൽ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഡൽഹി കഴിഞ്ഞ 2 തവണയും 7 സീറ്റും വിജയിച്ചത് BJP ആണ്. ഏതാണ്ട് 50% വോട്ട് നേടിക്കൊണ്ടായിരുന്നു BJPയുടെ വിജയം. അപ്പോൾ ഈ സഖ്യം, അത് ഈ നേതാക്കൾക്കിടയിൽ ഇപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു ഐക്യം താഴെ തട്ടിൽ പ്രതിഫലിച്ചാൽ മാറ്റമുണ്ടാകുമെന്ന കണക്കൂട്ടൽ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്കുള്ളത്. ഹരിയാനയും സമാനമായ രീതിയിൽ BJP 10ൽ 10ഉം ജയിച്ച സംസ്ഥാനമാണ്. പക്ഷെ അവിടെ ചില പ്രാദേശികമായ വിഷയങ്ങൾ, കർഷക സമരം, ഒപ്പം ജാട്ട് വിഭാഗങ്ങൾക്കിടയിൽ അതൃപ്തി തുടങ്ങിയവ BJPക്ക് തലവേദനയാകുന്നുണ്ട്. എങ്കിൽ പോലും പ്രധാനമന്ത്രി അടക്കമുള്ളവർ സജീവമായി തന്നെ ഹരിയാനയിൽ ക്യാമ്പയിൻ രംഗത്ത്, പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ BJP കഴിഞ്ഞ തവണത്തെ ഒരു പ്രകടനം ആവർത്തിക്കാൻ കഴിഞ്ഞാൽ അത് BJPയെ സംബന്ധിച്ച വലിയ നേട്ടമാണ്. കാരണം ഹരിയാന മാത്രമല്ല, മൊത്തം 58 സ്ഥലങ്ങളിൽ 40 BJP, NDA ഒന്നടങ്കം നോക്കുമ്പോൾ 45 സീറ്റ്, കോൺഗ്രസിന് 1 സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചിരുന്നത്. അപ്പോൾ 400 സീറ്റുകൾ എന്നൊരു മുദ്രാവാക്യം, അത് ആ ഒരു അവകാശവാദം യാഥാർത്ഥ്യമാകണമെങ്കിൽ, അല്ലെങ്കിൽ അതിലേക്ക് പോകണമെങ്കിൽ BJPക്ക് ഈ കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിച്ചേ മതിയാകൂ. ഇന്ത്യ സഖ്യത്തിനാകട്ടെ കഴിഞ്ഞ തവണത്തിന് നില മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ 1 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത്. അപ്പോൾ ഡൽഹിയിലടക്കമുള്ള സഖ്യം, ഹരിയാനയിലെ ഭരണവിരുദ്ധ വികാരം, ഇതൊക്കെ വോട്ടാകും, സീറ്റ് നിലയിൽ മാറ്റം കൊണ്ടുവരുമെന്ന കണക്കൂട്ടൽ തന്നെയാണ് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനുമുള്ളത്. പശ്ചിമ ബംഗാളിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ 18 സീറ്റുകളാണ്, 42ൽ 18 സീറ്റുകൾ നേടിക്കൊണ്ട് വലിയ മുന്നേറ്റം BJP നടത്തുകയും ചെയ്തു. അതിൽ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണിത്. കാരണം ഈ 8 സീറ്റുകളിൽ 5 കഴിഞ്ഞ തവണ വിജയിച്ചത് BJP ആയിരുന്നു. അപ്പോൾ ആ പ്രകടനം BJPക്ക് ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മമതാ ബാനർജി അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ തന്നെയാണ് ബംഗാളിൽ നേർക്കുനേർ പോരാട്ടം നടക്കുന്നത്. പക്ഷേ തൃണമൂൽ ക്യാമ്പ് അവകാശപ്പെടുന്നത് കഴിഞ്ഞ തവണത്തെ ഒരു പ്രകടനം BJPക്ക് ഏതായാലും ആവർത്തിക്കാൻ സാധിക്കില്ല എന്ന അവകാശവാദം തൃണമൂലിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. ഏതായാലും വാശിയേറിയ മത്സരം തന്നെ, പ്രചാരണ രംഗത്ത് വാശിയേറിയ പ്രചാരണ ഘട്ടമാണ് കടന്നുപോയത്. ഇപ്പോൾ 58 മണ്ഡലങ്ങൾ ഏതായാലും വിധി എഴുതുകയാണ്. ശരി, 6ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കിനി മഴ